പാർട്ടിയെ വിറ്റ് ജീവിക്കാൻ നോക്കുന്ന ഒരു പ്രവണത പതുക്കെ രാഷ്ട്രീയ രംഗത്തേക്ക് അത് അധികാരമുള്ളതുകൊണ്ടാണ്. MDMA ഒന്നല്ല കേട്ടോ വലിയ ലഹരി, MDMA കഞ്ചാവൊന്നുമല്ല. അതിനേക്കാൾ വലിയ ലഹരിയാണ് ഈ അധികാരം. കസേരപിടിയന്മാരായിട്ടുള്ള കുറേ ആളുകൾക്ക് ഇങ്ങനെ ആർഭാടപൂർവ്വം അഴിഞ്ഞാടി നടക്കാമെന്നുള്ളതല്ലാതെ ഈ അത്യാർത്ഥിയുള്ള കാലത്തോളം നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് വലിയ ഗുണമുണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. മുന്നണി രാഷ്ട്രീയം വിജയിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന് സഹനശക്തി, മറ്റൊന്ന് ദഹനശക്തി. ജാതി രാഷ്ട്രീയം, മതരാഷ്ട്രീയം, വിശ്വാസ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രതിലോമപരമായിട്ടുള്ള ഒരു രീതി പതുക്കെ കേരള രാഷ്ട്രീയത്തിലേക്കും പടർന്ന് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ മത്സരരംഗത്തില്ല എന്ന് ആദ്യം തന്നെ ഉറപ്പിച്ച് പറഞ്ഞതാണ്. കാരണം മത്സരിച്ച് മടുത്ത ഒരാളാണ് ഞാൻ. ധർമ്മടത്ത് ശ്രീ പിണറായിക്കെതിരെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ ഒരു മടുപ്പുണ്ട്. പുതുതായി വരുന്നവർക്ക് പെട്ടെന്ന് സീറ്റ് കൊടുക്കുന്നു, പാർട്ടികൾക്ക് 2020 പോലുള്ള പാർട്ടികൾക്ക് പെട്ടെന്ന് സീറ്റ് കൊടുക്കുന്നു. BJP സ്ഥിരമായി മത്സരിച്ച് വന്ന തൃപ്പൂണിത്തറ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ അവർ മത്സരിക്കുന്നു. ഇത് സാധാരണ പാർട്ടിക്കാരെ സംബന്ധിച്ച് ഒരു വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമല്ലേ? സാധാരണ പാർട്ടിക്കാർക്ക് വലിയ തരത്തിൽ സ്ഥാനാർത്ഥിയാവും എന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിരന്തരമായി കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് അതിൻ്റെ പ്രയാസമുണ്ട്. മുന്നണി രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഈ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു വാക്ക് CH മുഹമ്മദ് കോയ പറഞ്ഞതാണ്. മുന്നണി രാഷ്ട്രീയം വിജയിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന് സഹനശക്തി, മറ്റൊന്ന് ദഹനശക്തി. അദ്ദേഹം വളരെ ഭംഗിയായിട്ടാണ് അത് മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ചത്. ഈ സഹനശക്തിയും ദഹനശക്തിയും ഉണ്ടെങ്കിൽ മാത്രമേ മുന്നണി രാഷ്ട്രീയം വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കൂ. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് BJP ദേശീയ ജനാധിപത്യ സഖ്യത്തിന് രൂപം കൊടുത്തുകൊണ്ട് ഈ രീതിയിലുള്ള പ്രവർത്തനം ആസൂത്രണങ്ങൾ നടത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് ഈ പാലക്കാട് ഇത്തവണ BJP വളരെയധികം പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമാണ്. അതെ. പക്ഷേ അവിടെ LDF വെച്ചിരിക്കുന്നത് NMR റസാഖ് എന്ന് പറഞ്ഞിട്ടൊരു ആളെയാണ്. ഇതോടെ ഒരു ഡീൽ ആരോപണം വന്നിട്ടുണ്ട്. എന്താണ് അത്? ഈ ഡീൽ ആരോപണം രണ്ടു കൂട്ടർ നടത്തുന്നുണ്ട്. അതിപ്പോഴും മാത്രമല്ലത്, മുൻകാലങ്ങളിലേ എപ്പോഴും ഈ LDFും UDFും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ BJP എതിരാളികൾ ചേരിക്കാർ BJPയുമായിട്ട് രഹസ്യധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള പ്രചാരണം ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും വരാറുണ്ട്. പിന്നെ ഡീലിൻ്റെ കാര്യം LDF UDFിനെ കുറിച്ച് പറയുന്നുണ്ട്, UDF LDFിനെ കുറിച്ചും പറയുന്നുണ്ട്. അതിൽ കോമൺ ഫാക്ടറായിട്ട് വരുന്നത് BJPയാണ്. അത് പഴയ കാലത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ആ ഒരു പ്രവണത കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ വിശ്വാസ രാഷ്ട്രീയം അല്ലെങ്കിൽ അതുപോലെയുള്ള ജാതി രാഷ്ട്രീയം പോലുള്ള കാര്യങ്ങൾ അതേ രീതി കേരളത്തിൽ പിന്തുടർന്നാൽ BJPക്ക് ഏതെങ്കിലും തരത്തിലെത്താനാവും? ഇല്ല, അതേ രീതിയിൽ ഇവിടെ പിന്തുടർന്നാൽ വിജയിക്കാൻ സാധിക്കില്ല. കാരണം കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ സാംസ്കാരിക ഘടനയിൽ വളരെയധികം വടക്കേന്ത്യയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാംസ്കാരിക ധാര നമ്മുടെ കേരളത്തിനുണ്ട്. പതുക്കെ അത് ഇവിടെ വരുന്നുണ്ട്. പതുക്കെ ജാതി രാഷ്ട്രീയം, മതരാഷ്ട്രീയം, വിശ്വാസ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു പ്രതിലോമപരമായിട്ടുള്ള ഒരു രീതി പതുക്കെ കേരള രാഷ്ട്രീയത്തിലേക്കും പടർന്ന് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നല്ലതല്ല, അത് ആരോഗ്യകരമല്ലത്. ആറന്മുള പോലെയുള്ള മണ്ഡലം ഈ കുമ്മനം രാജശേഖരനെ ആദ്യം മത്സരിപ്പിക്കാൻ ലിസ്റ്റിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് വലിയൊരു വിമർശനമൊക്കെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നീടാണ് കുമ്മനത്തെയൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിലൊക്കെ എന്തിനായിരുന്നു ഒരു സംശയത്തിൻ്റെ ഒരു അടിസ്ഥാനത്തായിരുന്നു. നമുക്ക് വളരെ വേണ്ടപ്പെട്ട തലമുതിർന്ന ആളാണ് ശ്രീ കുമ്മനം രാജശേഖരൻ. അദ്ദേഹം ആദ്യ റൗണ്ടിൽ തന്നെ വരേണ്ട ആളുമാണ്, യാതൊരു സംശയമില്ലാതെ. പക്ഷേ ഇത്തരം ചില അവകാശവാദങ്ങളും ആവശ്യങ്ങളും ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത്തരം ചില കാര്യങ്ങളിൽ ഒരല്പം കാലതാമസം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പല പ്രമുഖരും മത്സരിക്കുന്നില്ല, പ്രത്യേകിച്ച് CK പോലെയുള്ള ആളുകൾ, രമേശിനെ പോലെയുള്ള ആളുകൾ. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ മത്സരരംഗത്തില്ല എന്ന് ആദ്യം തന്നെ ഉറപ്പിച്ച് പറഞ്ഞതാണ്. കാരണം മത്സരിച്ച് മടുത്ത ഒരാളാണ് ഞാൻ മത്സരിച്ചത്ര ഈ BJPക്ക് അകത്ത് ആളുകൾ മത്സരിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. കാരണം ഈ മത്സരിക്കാൻ ആളെ കിട്ടാത്തൊരു കാലത്താണ് ഞങ്ങളൊക്കെ പിടിച്ചു കൊണ്ടുപോയി നിർത്തുകയാണ് മത്സരിക്കാൻ ആളില്ല. കാരണം പണമില്ല, വാഹനമില്ല, പ്രചരണ സാമഗ്രികളില്ല, പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങളില്ല. അങ്ങനെ ഒരു വളരെ സാഹസികമായൊരു പ്രവർത്തനമായിരുന്നു ആ കാലഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥിയാവുക എന്നുള്ളത്. ആ കാലഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായ ആളാണ് ഞാൻ. അങ്ങ് വടക്ക് മുതൽ തെക്ക് വരെ ഈ സ്ഥലങ്ങളിലൊക്കെ ആ കാലഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട്. ധർമ്മടത്ത് ശ്രീ പിണറായിക്കെതിരെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ ഒരു മടുപ്പുണ്ട്. ഈ രമേശിനെ പോലുള്ളവർക്ക് സീറ്റ് കൊടുക്കേണ്ടതായിരുന്നില്ലേ എവിടെയെങ്കിലുമൊക്കെ? അത് തീർച്ചയായിട്ടും. ഇപ്പം രമേശ് ഒക്കെ നല്ല സംഘാടകനാണ്, എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ സീറ്റ് മാത്രമല്ലല്ലോ, ഈ പ്രവർത്തിക്കാൻ ആൾ വേണ്ടേ? ചില ആളുകളുടെ കൂടെ നടക്കുന്നവർക്ക് മാത്രമാണ് സീറ്റ് കിട്ടുന്നത് എന്ന ഒരു വിമർശനമൊക്കെ ഉണ്ട്. അതൊക്കെ പൊതുവേ ഉണ്ടാകുന്ന ഒരു വിമർശനമാണ്.
ഈ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ പഴയ കാലഘട്ടത്തിലല്ല, ഇത് വേറെ ലെവലിൽ കാര്യങ്ങൾ പോയി. അതായത് 2-3 തരത്തിലുള്ള ആളുകളുണ്ട്. ഒന്ന് പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ആളുകളുണ്ട്, അവർ പ്രബലമായിട്ട് ഇന്ന് നിശബ്ദമായിട്ട് നിൽക്കുന്നുണ്ട്. പാർട്ടിയെ കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്, അതും ഒരു പരിധിവരെ അംഗീകരിക്കാം. കാരണം ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാർട്ടി എന്നും പറഞ്ഞിട്ട് വെറുതെ നടക്കാൻ പറ്റില്ലല്ലോ. പാർട്ടിയെ കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. പാർട്ടിയെ വിറ്റിൽ ജീവിക്കാൻ നോക്കുന്ന ഒരു പ്രവണത പതുക്കെ രാഷ്ട്രീയ രംഗത്തേക്ക്, അത് അധികാരമുള്ളതുകൊണ്ടാണ്. അധികാരമില്ലെങ്കിൽ ആരും വരില്ല. അപ്പോൾ ഈ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ആളുകൾ എന്ന് പറയുന്നത്, പാർട്ടി ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ചാൽ ജയിക്കാൻ സാധിക്കാത്തൊരു കാലത്ത് അതിൻ്റെ ആശയത്തെ, അതിൻ്റെ ആദർശത്തിൻ്റെ ആ പ്രകാശം, അതിൽ നിന്ന് ഊർജ്ജം തേടി പ്രവർത്തിച്ചിട്ടുള്ള ആയിരക്കണക്കിന് പാർട്ടിക്ക് വേണ്ടി ജീവിച്ചിട്ടുള്ള ആളുകൾ നമ്മുടെ ഉണ്ട്, കേരളത്തിലുണ്ട്. അവർ പക്ഷെങ്കിൽ ഒച്ചപ്പാടുണ്ടാക്കി ബഹളമുണ്ടാക്കിയിട്ട് ഒന്നും നടക്കില്ല. നിശബ്ദമായിട്ടുണ്ട് അവരവിടെ. പാർട്ടിയെ കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. പാർട്ടിയെ വിറ്റ് ജീവിക്കാൻ നോക്കുന്ന, ലാഭമുണ്ടാക്കാൻ നോക്കുന്ന ഒരു പുതിയ വർഗം രാഷ്ട്രീയ രംഗത്ത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അധികാരത്തിൻ്റെ ഭ്രമത്തിലാണ്, അധികാര ലഹരിയിലാണ് അവർ നിൽക്കുന്നത്. ഈ CC മുകുന്ദനെ പോലെയുള്ള ആളുകൾ, S രാജേന്ദ്രനെ പോലെയുള്ള ആളുകൾ BJP അംഗത്വം എടുക്കുന്നു. ഇത് എന്തെങ്കിലും നേട്ടം കണ്ടിട്ടാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? ഈ ഇലക്ഷൻ വന്ന സമയത്ത് കാണുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, വിശകലനം ചെയ്യുകയാണെങ്കിൽ, രാഷ്ട്രീയത്തിൻ്റെ ജീർണതയാണ് കാണിക്കുന്നത്. ഇന്നലെ വരെ പറഞ്ഞതിന് നേരെ ഘടകവിരുദ്ധമായിട്ടല്ലേ നാളെ പറയേണ്ടത്. അപ്പോൾ അതിനൊരു മനസാക്ഷി കുത്തുമില്ല. അധികാരം ഒരു ലഹരിയാണ്. MDMA ഒന്നല്ല കേട്ടോ വലിയ ലഹരി, MDMA കഞ്ചാവൊന്നുമല്ല. അതിനേക്കാൾ വലിയ ലഹരിയാണ് ഈ അധികാരം. ഒരു പദവിയിൽ ഇരുന്നിട്ട് അത് പോകുന്നു കാണുന്ന സമയത്ത് ആ പദവിയോട് ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. ഈ അത്യാർത്ഥിയുള്ള കാലത്തോളം നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. നേതാക്കന്മാർക്ക്, ഈ കസേരപിടിയന്മാരായിട്ടുള്ള കുറേ ആളുകൾക്ക് ഇങ്ങനെ ആർഭാടപൂർവ്വം അഴിഞ്ഞാടി നടക്കാമെന്നുള്ളതല്ലാതെ, മുസ്ലിം വിഭാഗങ്ങളോട് ഞങ്ങൾക്ക് ഐത്തമില്ല കുറേ കാലമായി BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ സ്ഥാനാർത്ഥി ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. ആളുകൾ നിർത്തി ഈ പ്രീണനത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതും, കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാവുക, ഒരു പാർട്ടി ഉണ്ടാവുക എന്നുള്ളതും രണ്ടാണത്. അപ്പോൾ പ്രാതിനിധ്യം എന്നുള്ള നിലക്ക് അതുണ്ടാവില്ല, അതൊരു ശരിയാണത്. പക്ഷേ ആ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, നല്ല രീതിയിൽ കഠിനാധ്വാനം നടത്തുന്ന ഒരു ആളുകളാണ് ഈ മുസ്ലിം സമുദായത്തിലുള്ളത്. നന്നായിട്ട് അത് ജീവിതം ആസ്വദിക്കും, മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യും. അതെല്ലാം കാണണം. അതെല്ലാം കണ്ടുകൊണ്ട് എല്ലാവരുമായിട്ടും യോജിച്ച്, സഹകരിച്ച്, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, പരസ്പര വിശ്വാസത്തോടെ ഉള്ള ഒരു സാമൂഹ്യ ഘടന ശക്തിപ്പെട്ട് വന്നാൽ മാത്രമാണ് നമ്മൾക്ക് പുരോഗതി ഉണ്ടാവുക. ഈ മുസ്ലിം വിഭാഗങ്ങളിലേക്കൊന്നും എന്തുകൊണ്ടാണ് ഉൾക്കൊള്ളാൻ പറ്റാത്തത്? അല്ല, ഉൾക്കൊള്ളണം. അതിപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വം കൊടുത്തുകൊണ്ട് മാത്രമല്ലാതെ രീതിയിൽ തന്നെ സ്ഥാനാർത്ഥിത്വം കൊടുക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ഘടന മാത്രമാണ്. അതുകൊണ്ട് മാത്രം ആ സമൂഹത്തെ ഉൾക്കൊള്ളണമെന്നില്ല. സമൂഹത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള അവരുടെ ഒരു വ്യക്തിത്വം, അവരുടെ ഒരു നിലപാട്, അതിലെ ആളുകൾ, അതിൽ മനുഷ്യരെ കാണണം. നമ്മൾ ആ സമുദായത്തിലെ അംഗങ്ങളെ നമ്മൾ കാണണം, അതിലെ വിശ്വാസികളെ നമ്മൾ കാണണം. അവരെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം.